കടിക്കണ ഉറുമ്പിന്റെ കൂട്ടിക്കറിയുന്ന ഉറുമ്പ് അടിക്കൂലേ പോയി. പരസ്പരം കൊണ്ടും കൊടുത്തും സിദ്ധുവും കേശുവും. ആ സിദ്ധുവിനാണെങ്കിൽ കുട്ടികളെ തുടങ്ങി നിർത്തൂല. എവിടൊക്കെ ചൊറിയണമെന്ന് എനിക്ക് എന്നെ മനസ്സിലാവണില്ലല്ലോ. ഇതിപ്പോ ഈ കൊടുക്കൽ വാങ്ങൽ എങ്ങനെ അവസാനിക്കും? ഇത് മിക്കവാറും കളി കാര്യാവും. സിദ്ധുവിന്റെ കേസ് നമ്മളെല്ലാവരും അറിഞ്ഞാണ്. പക്ഷെ ഞാൻ ഒരിക്കലും സിദ്ധുവിനെ ന്യായീകരിക്കുകയല്ല. പക്ഷേ എന്നാലും പുള്ളിയുടെ ഭാഗത്തുനിന്നൊരു തെറ്റാണ് പറ്റിയത്, ഒരു വഴിയാത്രക്കാരനെ. പക്ഷേ പുള്ളി നല്ല രീതിയിൽ മദ്യപിച്ചിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ നമുക്ക് ഒരിക്കലും പുള്ളിയുടെ വർക്ക് അല്ലെങ്കിൽ ഉപ്പും മുളകിലേക്ക് പുള്ളീനെ എടുക്കില്ല എന്നുള്ളൊരു സ്റ്റാൻഡ് അതിൻ്റെ മേക്കേഴ്സ് തീരുമാനിക്കില്ല എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ മാക്സിമം ഉപ്പും മുളകിൻ്റെ എപ്പിസോഡിൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ സിദ്ധുവിനെ സപ്പോർട്ട് ചെയ്ത് എന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരു തെറ്റ് പറ്റി അതിനെ ഒരിക്കലും ന്യായീകരിക്കുകയല്ല. പക്ഷേ പുള്ളിയുടെ ഒരു വർക്കല്ലേ, പുള്ളിയുടെ ഒരു ജോലിയാണ് ഈ ഉപ്പുമുളകിൽ അഭിനയിക്കുക അല്ലെങ്കിൽ അഭിനയം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിഷേധിക്കാനായിട്ട് മേക്കേഴ്സ് തയ്യാറാവരുതെങ്കിൽ നമ്മൾ സിദ്ധുവിന് ഒരു സപ്പോർട്ട് കൊടുക്കുക. പുള്ളിക്ക് ഒരു കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിപ്പോയി, ഒരു തെറ്റ് പറ്റിപ്പോയി. അതിൻ്റെ പേരിൽ പുള്ളീനെ ജീവിതകാലം മുഴുവൻ ക്രൂശിക്കാതെ പുള്ളിക്ക് ഒരു സെക്കൻഡ് ചാൻസ് അല്ലേ, നമ്മളെല്ലാവരും ഡിസേർവ് ചെയ്യുന്നൊരു കാര്യമാണ് ഒരു സെക്കൻഡ് ചാൻസ്. അപ്പോൾ അത് നമ്മൾ മാക്സിമം പുള്ളിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ പുള്ളിയെ